തിരുവനന്തപുരം നഗരപരിധി അവസാനിക്കുന്ന മരുതൂർ പാലത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ഞെട്ടലുളവാക്കുന്ന തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. KSRTC ബസ് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട KSRTC ബസ്സും അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരുന്ന ലോറിയുമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. രണ്ട് വാഹനങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. KSRTC ബസ്സും ലോറിയും ഇരുഭാഗങ്ങളിൽ, അതായത് അവരവരുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ വശങ്ങളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പാലത്തിന് വീതി കുറവായതുകൊണ്ടും റോഡിൽ വലിയ രീതിയിലുള്ള, അതായത് സ്ഥിരം അപകടം നടക്കുന്ന വഴിയാണ്. മാത്രമല്ല മഴയും, ഇന്നലെ രാത്രി മുതൽ മഴയുണ്ടായിരുന്നു, ഇന്ന് രാവിലെയും ചാറ്റൽ മഴയുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം ആ മഴ ഇങ്ങനെ തുടർന്നു പോരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി നാട്ടുകാർ പറഞ്ഞത്. കാരണം ഈ പാലത്തിൽ ഈ മഴക്കാലത്തൊക്കെ തന്നെ അപകടങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്ന സ്ഥലമാണ്. സ്ലിപ്പായിരിക്കാനുള്ള സാധ്യതയാണ് ഈ സ്ഥലപരിമിതി മൂലം. രണ്ട് വലിയ വാഹനങ്ങൾ ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു KSRTC ബസ് പോകുമ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ നമുക്കറിയാം. കാരണം അപകടത്തിൽ പെട്ടതും ഒരു KSRTC ബസ്സാണ്. രണ്ട് വലിയ വാഹനങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് എത്രത്തോളം സൂക്ഷിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ രാവിലെ ഒരു 5:45 കൂടിയൊക്കെ തന്നെ വലിയ തിരക്കില്ലാതെ വരുന്ന സമയത്ത് ഒരു നോർമൽ സ്പീഡിനേക്കാളും കുറച്ചുകൂടി വേഗതയിൽ ഇരു വാഹനങ്ങളും സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും 12 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിക്കുകളോടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരാളുടെ നില മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത് എന്നുള്ളതാണ് അറിയുന്നത്. അതായത് ഈ ലോറി ഡ്രൈവറുടെ നില മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ലോറിയുടെ ക്യാബിൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അതുതന്നെയാണ്. കാരണം ആ ക്യാബിൻ ഏറെക്കുറെ പൂർണ്ണമായിട്ട് നശിച്ച നിലയിലാണ്, അല്ലെങ്കിൽ തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തിരുന്ന ഡ്രൈവർ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ അദ്ദേഹത്തെ മറ്റ് പ്രശ്നങ്ങളില്ലാതെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ നില ഗുരുതരമല്ല, അവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത്. KSRTC ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം KSRTC ബസ് അല്പം മുമ്പാണ് റിക്കവറി വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. KSRTC ബസ്സിൻ്റെയും ക്യാബിൻ്റെ അവസ്ഥ ഏതാണ്ട് സമാനമാണ്. നിരന്തരമായി അപകടം നടക്കുന്ന മേഖലയാണിത്. പത്തനംതിട്ട മൂഴിയാറിലേക്ക് പോയ KSRTC ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. രാവിലെയൊക്കെ തന്നെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ.